ഗ്രേറ്റ് നിക്കോബാർ വികസന പദ്ധതിയെ ചൊല്ലി രാഷ്ട്രീയ വിവാദം ശക്തമാവുകയാണ്. പദ്ധതിക്കെതിരെ ഉയരുന്ന പരിസ്ഥിതി ആശങ്കകളും വികസന ആവശ്യകതകളും തമ്മിലുള്ള ചർച്ചകൾക്കിടയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ പദ്ധതിയെ തകർക്കാൻ പല തരത്തിലുമുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. നിലവിൽ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയുടെ ഭാഗമായി INS ബാസിലെ നിലവിലുള്ള നാവിക വ്യോമത്താവളം വികസിപ്പിക്കുന്നതിന് പകരം 13,000 കോടി രൂപയുടെ പുതിയ ഗ്രീൻഫീൽഡ് സിവിൽ മിലിറ്ററി വിമാനത്താവളം നിർമ്മിക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. പരിസ്ഥിതി ലോലമായ ഈ ദ്വീപിലെ 81,000 കോടി രൂപയുടെ മെഗാ വികസന പദ്ധതിയെ ചൊല്ലിയുള്ള രാഷ്ട്രീയ പോരാട്ടം രൂക്ഷമാകുന്നതിനിടയിലാണ് ഈ നിർണായകമായ നീക്കം ഉണ്ടാകുന്നത്. ഗലാത്തിയ ബേക്ക് അടുത്തുള്ള ചിംകനിൽ നിർദ്ദിഷ്ട ഇരട്ട ഉപയോഗ വിമാനത്താവളം വരുമെന്നും സിവിലിയൻ സൈനിക വ്യോമയാന ആവശ്യങ്ങൾ നിറവേറ്റുമെന്നും കേന്ദ്ര സർക്കാരും പ്രതിരോധ വൃത്തങ്ങളും പറയുകയാണ്. മലാക്ക കടലിടുക്കുന്ന സുപ്രധാന ഷിപ്പിംഗ് റൂട്ടിന് സമീപമുള്ള കിഴക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ തന്ത്രപരമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ ഒരു പ്രധാന ഘടകമായി ഈ സൗകര്യം മാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കാമ്പൽ ബേയിലെ ഇന്ത്യൻ നാവികസേനയുടെ INS ബാസ് എയർ സ്റ്റേഷനിലെ റൺവേ വികസിപ്പിക്കാനുള്ള ദീർഘകാല പദ്ധതികൾ ഈ തീരുമാനം ഫലപ്രദമായി റദ്ദാക്കുന്നുണ്ട്. ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട പരിമിതികൾ, നാവിഗേഷൻ വെല്ലുവിളികൾ, വിപുലമായ അടിസ്ഥാന സൗകര്യങ്ങളുടെ ആവശ്യകത എന്നിവ കാരണം നിലവിലുള്ള 4,500 അടി റൺവേ ഏകദേശം 10,000 അടിയായി നീട്ടുന്നത് ബുദ്ധിമുട്ടാണ് എന്നാണ് പഠനങ്ങൾ കണ്ടെത്തുന്നത്. റൺവേ വികസനം നിർദ്ദിഷ്ട ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തെക്കാൾ ഗോത്രവാസ സ്ഥലങ്ങളിൽ, അതായത് ഗോത്രമാർ താമസിക്കുന്ന ആ സ്ഥലവുമായി ബന്ധപ്പെട്ടും വന്യജീവികൾ, അതായത് വനങ്ങളിലും വന്യജീവി ആവാസ വ്യവസ്ഥകളിലും വലിയ സ്വാധീനം ചെലുത്തുമെന്നാണ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ പറയുന്നത്. പുതിയ വിമാനത്താവളം 5 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കൂടാതെ സിവിലിയൻ വ്യോമയാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനോടൊപ്പം നാവിക പ്രവർത്തന നിയന്ത്രണങ്ങളിലും തുടരുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഗ്രീൻഫീൽഡ് സൈറ്റ് ഭാവിയിലെ വിപുലീകരണത്തിന് കൂടുതൽ ഇടം നൽകുന്നുവെന്നും തന്ത്രപരമായി പ്രധാനപ്പെട്ട ആൻഡമാൻ നിക്കോബാർ ദ്വീപ് സമൂഹത്തിൽ ഇന്ത്യയുടെ സൈനിക വ്യാപ്തി, നിരീക്ഷണശേഷി, ലോജിസ്റ്റിക് കാൽപ്പാടുകൾ എന്നിവ ശക്തിപ്പെടുത്തുന്നുവെന്നും ഉദ്യോഗസ്ഥർ വാദിക്കുകയാണ്. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് വികസന പദ്ധതി പ്രകാരം നിർദ്ദേശിക്കപ്പെട്ട 4 പ്രധാന അടിസ്ഥാന സൗകര്യ ഘടകങ്ങളിൽ ഒന്നാണ് ഈ വിമാനത്താവളം. ഇതിന്റെ ആകെ ചെലവ് ഏകദേശം 81,000 കോടി രൂപയായി കണക്കാക്കപ്പെടുന്നു. ദ്വീപിനെ ഒരു പ്രധാന സാമ്പത്തിക തന്ത്രപരമായ കേന്ദ്രമാക്കി മാറ്റാൻ ലക്ഷ്യമിട്ടുള്ള ഒരു ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം, വൈദ്യുതി അടിസ്ഥാന സൗകര്യങ്ങൾ, ടൗൺഷിപ്പ് വികസനം എന്നിവ വിശാലമായ പദ്ധതിയിൽ ഉൾപ്പെടുകയാണ്. ഗ്രേറ്റ് നിക്കോബാർ ദ്വീപ് സന്ദർശിക്കുകയും കൂടാതെ അതിലെ പവിഴപ്പുറ്റുകൾക്ക് സമീപം സ്കൂബ ഡൈവിംഗ് നടത്തിയതിനു ശേഷം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഈ ഗ്രേറ്റ് നിക്കോബാർ പദ്ധതിയെ തന്റെ ആക്രമണം അതിനെതിരെ വീണ്ടും നെഗറ്റീവായിട്ട് രാഹുൽ ഗാന്ധി പല കാര്യങ്ങളും പറയാൻ ശ്രമിച്ചു. അതായത് വലിയ രീതിയിൽ ഒരു തെറ്റിദ്ധാരണ പരത്താനാണ് രാഹുൽ ഗാന്ധി ശ്രമിക്കുന്നത്. ഏറ്റവും പുതിയ വിമാനത്താവള പ്രഖ്യാപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇന്തോ പസഫിക് മേഖലയിൽ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നതിനും രാജ്യത്തെ ഏറ്റവും വിദൂര പ്രദേശങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നതിനും ഒരു കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുന്നതിനും സഹായിക്കുന്ന നിർണായക തന്ത്രപരമായ നിക്ഷേപമായി സർക്കാർ ഈ പദ്ധതിയെ നിരന്തരം കാണുകയാണ്. അതേസമയം പദ്ധതിയുടെ പാരിസ്ഥിതിക അനുമതികൾ, സാമ്പത്തിക നിലനിൽപ്പ്, സുതാര്യത, കൂടാതെ ആദിവാസി അവകാശങ്ങളുള്ള സ്വാധീനം എന്നിവയെ ചോദ്യം ചെയ്തും പാർലമെന്ററി ചർച്ച ആവശ്യപ്പെട്ടും കോൺഗ്രസ് സമീപ ആഴ്ചകളിൽ എതിർപ്പ് ശക്തമാക്കിയിട്ടുണ്ട്. പരിസ്ഥിതി പ്രവർത്തകർ, അതോടൊപ്പം തന്നെ നരവംശ ശാസ്ത്രജ്ഞർ, പ്രാദേശിക സമൂഹങ്ങൾ എന്നിവർ ഉന്നയിച്ച ആശങ്കകൾ പരിഹരിക്കുന്നതിൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് പാർട്ടി ഇപ്പോൾ ആരോപിക്കുന്നത്.